പുതിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കും. നിലവിലെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മികച്ച മത്സരം കാഴ്ചവെച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.പി. അബ്ദുൾ റഷീദ് എന്നിവരാണ് പരിഗണനയിലുള്ളത്. കെ.സി. വേണുഗോപാലിന്റെ പിന്തുണ ബിനു ചുള്ളിയലിനാണ്. കേരളത്തിന്റെ പുതിയ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെ ഒ.ജെ. ജനീഷ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദം ഒഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ടുതന്നെ കേരളത്തിലെ പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദേശീയ നേതൃത്വമുള്ളത്. കെ.സി. വേണുഗോപാലിന്റെ ഉറച്ച പിന്തുണയാണ് നിലവിലെ വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയലിന് അനുകൂല ഘടകമായി മാറുന്നത്. ഒ.ജെ. ജനീഷിനും അബിൻ വർക്കിക്കുമൊപ്പം നേരത്തെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പദത്തിലേക്ക് ബിനു ചുള്ളിയലിന്റെ പേരും പരിഗണിക്കപ്പെട്ടിരുന്നു. അതേസമയം ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ തട്ടകമായ ധർമ്മടത്ത് 6 റൗണ്ടിൽ വിറപ്പിച്ച നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി.പി. അബ്ദുൾ റഷീദിനെ പുതിയ അധ്യക്ഷനായി പരിഗണിക്കണമെന്ന ആവശ്യവും കോൺഗ്രസിനകത്ത് ശക്തമാണ്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ KPCC അംഗം കൂടിയാണ് വി.പി. അബ്ദുൾ റഷീദ്. കൂടാതെ 2021 തെരഞ്ഞെടുപ്പിൽ നിലവിലെ CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ ശക്തമായ മത്സരവും റഷീദ് കാഴ്ചവെച്ചിരുന്നു. പാർട്ടിക്ക് വേണ്ടി നിരന്തരം എതിർചേരിയിലെ ശക്തരായ നേതാക്കൾക്കെതിരെ മികച്ച മത്സരം കാഴ്ചവെക്കുന്ന റഷീദിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് പരിഗണിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. അതേസമയം മുഖ്യമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കപ്പെടാതിരുന്ന AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും. മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ബിനു ചുള്ളിയിൽ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. കൂടാതെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ മിക്കവരും ഇപ്പോൾ കെ.സി. അനുകൂലികളാണ് എന്നതും ബിനുവിന് പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഗ്രൂപ്പ് താൽപര്യങ്ങൾക്കപ്പുറം പ്രവർത്തകരുടെ വികാരം പരിഗണിച്ചാൽ റഷീദ് അധ്യക്ഷ പദത്തിലേക്ക് വരുമെന്നാണ് അനുകൂലിക്കുന്നവർ കരുതുന്നത്. നിലവിൽ MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട KM അഭിജിത്തിനും അബിൻ വർക്കിക്കും പകരം പുതിയ ഭാരവാഹികളെ നിയമിക്കാനും സാധ്യതയുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.